ചെങ്കോട്ട എന്ന് പറയുന്നത് അവരുണ്ടാക്കി വെച്ചൊരു നെറേറ്റീവാണ്. ആക്ച്വലി ഈ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം അറിയാലോ. അപ്പം ഇ.എം.എസും കെ നായനാരും അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും ശീർഷരായിട്ടുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജയിച്ചു പോയിട്ടുള്ള അവരുടെ 60 വർഷക്കാലത്തിലധികമായി ഇടതുപക്ഷം മാത്രം വിജയിച്ചൊരു മണ്ഡലമാണ്. പക്ഷേ അതവർ നെറേറ്റീവ് ബിൽഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു നെറേറ്റീവിൻ്റെ ഭാഗമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഗൗനിക്കാതെ പോയൊരു മണ്ഡലം കൂടിയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഇടത് കോട്ടയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അവിടുത്തെ ജനങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് കൊടുക്കാൻ സാധിക്കും, ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റിയപ്പോൾ അവരെല്ലാം കൂടെ നിന്നു എന്നുള്ളതാണ്. അവർ വല്ലാതൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. വാസ്തവത്തിൽ അവരെന്താ ഒരു വിയറ്റ്നാം കോളനിയാണ്. അവിടെ ഈ പിന്നെ റാവുത്തറും സ്രാങ്കും എല്ലാവരും ചേർന്ന് അവരെ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു മോചനം കൊടുക്കാൻ വേണ്ടി പാലക്കാട്ട് നിന്നൊരു സ്വാമി പോയി എന്ന് കരുതിയാൽ മതി. ഈ പാർട്ടി മത്സരിക്കാൻ പറയുവാണെങ്കിൽ തൃക്കരിപ്പൂർ ആയിരിക്കും തരിക എന്നുള്ള ഒരു സൂചനയെങ്കിലും ഒരു സൂചന സന്ദീപ് ഉണ്ടായിരുന്നില്ല, ഒരു സൂചന ഉണ്ടായിരുന്നില്ല. പാലക്കാട് ഒരു സൂചന ഉണ്ടായിരുന്നു. ഇല്ല, അതും ഉണ്ടായിരുന്നില്ല. പാലക്കാട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പാലക്കാട് UDF ജയിക്കുമല്ലോ, പിഷാരടി ജയിക്കുമല്ലോ. അല്ല, സന്ദീപ് ലഭിക്കുമായിരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇല്ല ഇല്ല, ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാ? സന്ദീപ് ആപ്റ്റ് ആയിട്ടുള്ളൊരു മണ്ഡലം അല്ലായിരുന്നു അത്? ഇല്ല, ഞാനത് ആ രീതിയിലല്ല. ഞാൻ പാലക്കാട് ആഗ്രഹിക്കുകയോ പാലക്കാട് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. പാലക്കാടിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാരണവശാലും ഞാൻ പാർട്ടിയുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടില്ല. പാർട്ടിക്ക് അറിയുന്ന കാര്യമാണ്, കോൺഗ്രസ് പാർട്ടിക്ക് അറിയുന്ന കാര്യമാണ്. അത് നിരവധി കാരണങ്ങളുണ്ട്. പാലക്കാട് പോലൊരു സ്ഥലത്ത് ഞാൻ പോയി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുഴുവൻ ഫോക്കസും അങ്ങോട്ടായിരിക്കും. അതൊരു പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കും വല്ലാതെ അവിടെ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ മീഡിയയും ഒരുപാട് പാലക്കാട് ഫോക്കസ്ഡ് ആയിരിക്കും. അങ്ങനത്തെ ഒരു പോരാട്ടമായിട്ട് അതിനെ കാണിക്കും. അപ്പോൾ അതിൻ്റെ വല്ലാത്തൊരു എഫേർട്ട് പാർട്ടിയും അവിടെ എടുക്കേണ്ടി വരും.